ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഫുൾ സാരി വരുന്നത്. ഇതായിരിക്കും ഇങ്ങോട്ട് സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ഒരു ഹാഫ് പോർഷനിലായിരിക്കും പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിൽ ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോയിൽ പ്രിന്റ് വെച്ചിട്ടായിരിക്കും വിത്ത് സിമ്പിൾ ബോർഡർ. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. മുന്താണി ഫുൾ അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ആ ഒരു ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് വിത്ത് ബോർഡർ. ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നത്. അപ്പർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. പല്ലു വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് റണ്ണിങ് ബ്ലൗസ്. ബ്ലാക്ക് ഓർഗൻസ് തന്നെയാണ്. ബേസ് കളർ വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതിലും ഫ്ലോറൽ ഡിസൈൻസ് തന്നെ വരുന്നത് ഡിഫറെന്റ് പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫുൾ ബോഡി ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് അതേ ഫോയിൽ പ്രിന്റ് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫോയിൽ പ്രിന്റ് വരുന്നത് ബോഡിയിൽ. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ തന്നെ വരുന്നത്. മുന്താണി സെയിം പാറ്റേൺ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് ഓർഗൻസ സാരി വരുന്നത് നല്ലൊരു പീച്ചാണ്, കോറൽ പീച്ചാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിലും മൾട്ടി കളറിൽ തന്നെയായിരിക്കും ഫ്ലോറൽ പാറ്റേൺ. ഡിഫറെന്റ് പാറ്റേണിലാണ് ആ ഒരു ഡിസൈൻസ് വരുന്നതേ ഉള്ളൂ. ഈ ഒരു പാറ്റേണിലായിരിക്കും അതിൽ ഓരോ ഡിസൈനും അതേ ഫോയിൽ പ്രിന്റിൽ തന്നെയായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ്. സാരിയുടെ ബേസ് പറയുകയാണെങ്കിൽ സോഫ്റ്റ് പേസ്റ്റൽ ഗ്രേ ആണ് ബേസ് വരുന്നത്. ഇതിൽ നല്ല പാറ്റേണിൽ മൾട്ടി കളറിൽ തന്നെയായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അതുപോലെ ഒരു ഹാഫ് പോർഷനിലായിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു ഡിസ്ചാർജ് പ്രിന്റ് വന്നിട്ട് ലോവർ ഏരിയ വരുമ്പോൾ ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത്. സിമ്പിൾ ബോർഡർ ഗ്രേയിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. ഇതിലും അതേ ഫോയിൽ പ്രിന്റഡ് പാറ്റേണിൽ തന്നെയായിരിക്കും ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് വിത്ത് പല്ലു ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റും സെൽഫ് വീവിലാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഐവറി ക്രീമാണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ ഐവറി ക്രീമിൽ തന്നെയാണ് ഒരു ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട് ഫുൾ ബോഡി ഈ ഒരു പാറ്റേൺ. ഈ ഒരു ഏരിയ വരുമ്പോൾ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും. ഹാഫ് പോർഷനും പ്ലീറ്റ്സും വരുമ്പോൾ ആ ഒരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ലോവർ ഏരിയ വരുന്നത്. വീണ്ടും അതേ സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ മുന്താണിയിലും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഇതിന് ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നുണ്ട് സാരിക്ക്. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. ഫ്ലോറലിൽ ഒരു എംബോസ്ഡ് പാറ്റേണിലാണ് ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. സിമ്പിൾ ക്രോഷ്യോ ലേസ് വർക്ക്. എഗെയിൻ അതേ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെയായിരിക്കും മുന്താണിയിലും വരുന്നത്. പ്ലീറ്റ്സിൽ വരുന്ന അതേ പാറ്റേൺ തന്നെയായിരിക്കും പല്ലുവിൽ വരിക. ഇതിന് ബ്ലൗസ് വരുന്നതും നല്ല പാറ്റേണിലാണ്. ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെയുള്ള ഒരു മിനിയേച്ചർ മോട്ടീവ്സിൽ വിത്ത് ക്രോഷ്യോ ലേസ് വർക്കിൽ നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ഫാബ്രിക്കും പാറ്റേണും എല്ലാം സെയിം തന്നെ. ആ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളൂ കളർ പാലറ്റിൽ. ബാക്കി എല്ലാം സെയിം ആണ്. ഇതിന് മുൻപത്തെ സാരിയിൽ കാണിച്ചപ്പോൾ ഒരു ബ്ലൂ ആയിരുന്നു, കിങ്ഫിഷർ ബ്ലൂ ആയിരുന്നു, കുറച്ചൊരു പ്രോമിനൻസി ഉള്ള ഫ്ലോറൽ ഡിസൈൻ. ഇതിൽ വരുമ്പോൾ ലാവൻഡർ ആണ്. അത് മാത്രമുള്ള ഡിഫറൻസ് കേട്ടോ. ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ലാവൻഡർ വരുന്നുണ്ട്. ഇതിന് മുൻപത്തേൽ ബ്ലൂ ആയിരുന്നു. ബാക്കി എല്ലാം സെയിം തന്നെ. ആ ഒരു എംബോസ്ഡ് പാറ്റേണിൽ തന്നെയുള്ള ത്രെഡ് വർക്കിലായിരിക്കും ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് വരുന്നുണ്ട് വിത്ത് ക്രോഷ്യോ ലേസ് വർക്ക്. ബ്ലൗസ് സെയിം പാറ്റേൺ തന്നെ. ആ ഒരു ഡിസൈനിന്റെ കോമ്പിനേഷൻ മാത്രം ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളൂ. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഐവറി ക്രീമിൽ തന്നെയുള്ള എംബോസ്ഡ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് ക്രോഷ്യോ ലേസ് വർക്ക് സെയിം സ്റ്റൈൽ പ്രിന്റഡ് ബ്ലൗസ്. സോഫ്റ്റ് സെമി ടെസറിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബേബി പിങ്കും ടീൽ ഗ്രീൻ ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലാണ്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലായിരിക്കും. ലോവർ ഏരിയയിൽ നല്ല തിക്കായിട്ടുള്ള പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. കൂടാതെ ബോഡിയിൽ ആ ഒരു ബ്രൗണിൽ തന്നെയുള്ള ബുട്ടി വർക്കാണ്, ഫ്ലോറൽ ബുട്ടി വർക്ക് ആയിരിക്കും ഫുൾ ബോഡിയിൽ വരുന്നത്. സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതേ ഐവറി ക്രീം തന്നെയായിരിക്കും സാരിയുടെ കളർ കേട്ടോ. ഇതായിരിക്കും ബോഡിയിൽ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ്. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. നല്ല സോഫ്റ്റ് കളേഴ്സിലാണ് ആ ഒരു ലോവർ ഏരിയ വരിക. വീണ്ടും ഒരു ത്രെഡ് വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ. ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിലും അവർ വരുന്നത്. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോഴും ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ബുട്ടി വർക്കും. അത് കഴിഞ്ഞാൽ ബോർഡർ വരുമ്പം സെയിം പാറ്റേൺ ഇതേ ബോർഡർ തന്നെയായിരിക്കും ലോവറിൽ വരുന്നത്. മുന്താണി റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ തന്നെ പല്ലുവിന്റെ അതേ സ്റ്റൈലിൽ തന്നെ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും വിത്ത് റണ്ണിങ് ബ്ലൗസ് വരും.
ഐവറി ക്രീം സോഫ്റ്റ് സെമി ടെസ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആ ഒരു വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിലും ഫ്ലോറൽ മോട്ടീവ്സ് തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ലോവറിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ബേബി പിങ്ക്, പീച്ച്, ഗ്രേ, ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും. സിമ്പിൾ ബോർഡർ, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നത്. അത് നല്ലൊരു മൾട്ടി കളർ തന്നെയുള്ള ഒരു സർക്കുലർ മോട്ടീവ്സും ഫ്ലോറൽ പാറ്റേണിലും ആയിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. നല്ലൊരു പീച്ച്, ഗ്രീൻ, കോറൽ പീച്ച് ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി ഇതേ വർക്ക് തന്നെയാണ് വരുന്നത്. ബോർഡർ വരുമ്പം സിമ്പിൾ ബോർഡർ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. ബോഡി കംപ്ലീറ്റ് ഇതേ പാറ്റേൺ. സിമ്പിൾ ബോർഡർ ആൻഡ് പല്ലു വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ആ ഒരു കളർ പാലറ്റ്. പേൾ ക്രീം ബേസ്, സോഫ്റ്റ് സെമി ടെസ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. ഇതിൽ വരുമ്പം സിൽവർ ആൻഡ് ഒരു ആൻറ്റി ഗോൾഡിലാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വൂവൻ പാറ്റേണിലുള്ള മോട്ടീവ്സ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു ആൻറ്റീക് ഷെയ്ഡിലുള്ള ത്രെഡിന്റെ ആ ഒരു മോട്ടീവ്സും വരുന്നുണ്ട്. സിൽവറിലായിരിക്കും നെക്സ്റ്റ് മോട്ടീവ്സ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. ഇതൊരു വേർട്ടിക്കലായിട്ടാണ് ഈ ഒരു ഡിസൈൻസ് വരുന്നത് കേട്ടോ. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെ. ബോർഡർ വരുമ്പം സിമ്പിൾ ബോർഡർ ആയിരിക്കും വരിക. ഇതായിരിക്കും സാരിയുടെ ലുക്ക് ഇങ്ങനെ വരിക. നമുക്കൊരു ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഞാൻ വൺ കാണിക്കാം. സാരിയുടെ ഫാബ്രിക് വളരെ തിൻ ഫാബ്രിക് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. സിമ്പിൾ പല്ലു ആൻഡ് ബ്ലൗസ്.